പ്രൈസ് ലോർഡ്. ബൈബിൾ വചനങ്ങളിലൂടെ അപ്പോസ്തല പ്രവർത്തനങ്ങളിലെ 8-ാം അധ്യായത്തിലെ 26 തുടങ്ങിയുള്ള വചനങ്ങളിലൂടെ കാണിച്ചിരിക്കുകയാണ്. ഫിലിപ്പോസും എത്യോപ്യക്കാരനും കർത്താവിൻ്റെ ദൂതൻ ഫിലിപ്പോസിനോട് പറഞ്ഞു, നീ എഴുന്നേറ്റ് തെക്കോട്ട് നടന്ന് ജെറുസലേമിൽ നിന്നും ഗാസയിലേക്കുള്ള ആ വഴിയിൽ ചെന്ന് നിൽക്കുക. അതൊരു വിജനമായ പാതയായിരുന്നു. അപ്പോൾ ജെറുസലേമിൽ പോയിട്ട് ആരാധിച്ച് തിരിച്ചു വരുന്ന ഒരു ഷണ്ടൻ, അവൻ എത്യോപ്യ രാജ്ഞിയായ കന്താക്കയുടെ ഭണ്ഡാര വിചാരിപ്പുകാരനായിരുന്നു. അവൻ ജെറുസലേമിൽ ചെന്ന് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് തിരിച്ചു വരികയാണ്. അവൻ വരുന്ന വഴി അവൻ രഥത്തിലിരുന്ന് വിശുദ്ധ ഗ്രന്ഥം വായിച്ചു കൊണ്ടിരുന്നു ഷണ്ടൻ. ആ ഷണ്ടൻ പക്ഷെ അവനത് ഗ്രഹിക്കുവാനുള്ള കഴിവില്ല, പ്രാപ്തിയില്ല. നീ അവനോട് അവൻ്റെ രഥത്തോട് ചേർന്ന് നടക്കുക എന്ന് കർത്താവിൻ്റെ ദൂതൻ ഫിലിപ്പോസിനോട് പറഞ്ഞു. അവൻ ആ രഥത്തിനോട് അടുത്തൂടെ ചേർന്ന് നടന്നു. അപ്പോൾ ഷണ്ടൻ ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഭാഗം ഇതാണ്: കൊലയ്ക്ക് കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവൻ്റെ മുമ്പിൽ മൂകനായി നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ വായി തുറന്നില്ലായിരുന്നു. അവനത് വ്യാഖ്യാനിക്കാനുള്ള, അത് മനസ്സിലാക്കാനുള്ള കഴിവില്ല. അപ്പോൾ ഫിലിപ്പോസ് അവനോട് ചോദിച്ചു, നിനക്കിത് മനസ്സിലാകുന്നുണ്ടോ? എന്താണ് നീ വായിച്ചത് എന്ന അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? ഷണ്ടൻ പറയുകയാണ്, എനിക്കത് മനസ്സിലാകുന്നില്ല. ആരെങ്കിലും വ്യാഖ്യാനിച്ചു തരാതെ ഞാനെങ്ങനെ മനസ്സിലാക്കും? അവന് IQ കുറവ്. അപ്പോൾ ഷണ്ടൻ നേരെ ഫിലിപ്പോസിനോട് അപേക്ഷിക്കുകയാണ്, എൻ്റെ രഥത്തിൽ കയറി അങ്ങ് എനിക്കത് പറഞ്ഞു തരിക. ഫിലിപ്പോസ് നേരെ ചാടി രഥത്തിൽ കയറി അവനോടൊപ്പം ഇരുന്നു. ഫിലിപ്പോസ് ആ ഷണ്ടൻ വായിച്ചു തന്ന ഭാഗം തുടങ്ങി അവന് അത് മനസ്സിലാക്കി കൊടുക്കുകയാണ്, യേശുവിൻ്റെ സുവിശേഷ ഭാഗം മുഴുവനും. ആ പോകുന്ന വഴി വായിച്ച് അവൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞ് പോകുന്ന വഴി ഒരു ജലാശയത്തിങ്കിലെത്തി. അപ്പോൾ ഷണ്ടൻ പറയുകയാണ്, ഷണ്ടൻ വേഗം വണ്ടി നിർത്തി, ഇതാ വെള്ളം, എന്നെ സ്നാനപ്പെടുത്തുക. അവൻ ആ സുവിശേഷ ഭാഗം കേട്ടിട്ട് പെട്ടെന്ന് അവൻ്റെ മനസ്സ് മാറി, എന്നെ ഇപ്പോൾ തന്നെ സ്നാനപ്പെടുത്തുക. ഫിലിപ്പോസ് അപ്രകാരം തന്നെ ഫിലിപ്പോസും കൂടി ജലാശയത്തിലേക്ക് ഇറങ്ങി. ഫിലിപ്പോസ് അവനെ സ്നാനം നൽകി. എന്നിട്ട് വെള്ളത്തിൽ നിന്നും പുറത്തേക്ക് കയറിയപ്പോൾ ഫിലിപ്പോസിനെ കർത്താവിൻ്റെ ദൂതൻ സംവഹിച്ചുകൊണ്ടുപോയി വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടെത്തിച്ചു. ഷണ്ടൻ ചുറ്റും നോക്കിയപ്പോൾ ഫിലിപ്പോസിനെ കാണുന്നില്ല. എങ്കിലും ഷണ്ടൻ സന്തോഷത്തോടെ, ഞാൻ ദൈവത്തിലാണ്, ദൈവത്തിൻ്റെ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു, ഇനിയുള്ള കാലം മുഴുവനും ഞാൻ രാജ്ഞിയുടെ ഭണ്ഡാര ആ ജോലിക്കാരനാണെങ്കിലും ഞാൻ എന്നും ദൈവത്തിങ്കലായിരിക്കും. അവൻ ദൈവത്തിനു വേണ്ടി, ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് അവൻ സന്തോഷത്തോടെ അവൻ എത്യോപ്യയിലേക്ക് യാത്ര തുടർന്നു.